അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് ഇതില്? നായികയുടെ അമ്മ അല്ലെ? നായികയുടെ അമ്മയായിട്ടാണ്. എന്താണ് ഈ ഒരു കഥാപാത്രം? എന്താണ് എനിക്കൊരു കഥാപാത്രത്തിന് പേരില്ല എന്ന് പറഞ്ഞു സംവിധായകൻ നേരത്തെ. നല്ല ക്യാരക്ടറാണ്. ആശ ചെയ്യുന്ന ക്യാരക്ടറിന്റെ അമ്മയായി എനിക്ക് നല്ല ഈ നവരസ ഭാവങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ, എന്തൊക്കെയല്ല ആ ഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ട് അഭിനയ രസങ്ങളും, കാരണം മറ്റ് 9 അല്ലല്ലോ, ശോകമൊക്കെ അതിലില്ല. അപ്പോൾ ആ ഭാവങ്ങളെല്ലാം എൻ്റെ ഹൃദയമായി എനിക്ക് അഭിനയിക്കാൻ, ശോകവും ലാളനയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നല്ല ക്യാരക്ടറാണ് രമേശൻ തന്നിരിക്കുന്നത്. എല്ലാം കാണുമോ തിയേറ്ററിൽ? എല്ലാം ഉണ്ട്. കാരണം ഞാനിപ്പോൾ അനുഭവിച്ചിട്ടിരിക്കുക. മോൻ മരിച്ച് ദുഃഖം മാറുന്നതിന് മുമ്പേ ഞാൻ ചെന്ന് കാണുന്നത് ആ പടത്തിന് വേണ്ടി എൻ്റെ മുടി മുറിച്ചിട്ടു. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്ത്രീകള് മുടിയെടുത്ത് ആലോചിച്ച് വളർത്തി കൊണ്ടുവരുന്നത്. ഈ സിനിമ ഇപ്പൊ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഭയങ്കര ഉയർച്ചയിലെത്തിയ ഒരു ക്യാരക്ടർ, ഒരു സിനിമയാണ്. പ്രകമ്പനത്തിലുണ്ട്. വേറെ അതിന്റെ കൂടെ തന്നെ എന്തിനാ അവരെന്നോട് ചെയ്തെങ്കിലും നാം അന്നം ഉണ്ണുന്ന ആ കലയെ അവരെ സീന് എനിക്ക് നല്ല ഒരു വെസ്റ്റേൺ ക്യാരക്ടർ, സിഗരറ്റൊക്കെ വലിച്ച് നടക്കുന്ന അടിപൊളി ഒരു ക്യാരക്ടർ. കാരണം ഇതുവരെ അമ്മ കഥാപാത്രവും അല്ല. നാടകത്തെ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. കൊതിയില്ല, അഭിനയ മോഹമില്ല. ഇപ്പൊ നമ്മുടെ ഉപജീവന മാർഗമാണ്. ആരും ഇപ്പോ 2 മക്കളുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പം അമ്മ ഇറങ്ങിയോ, ഇവിടെ എത്തുമ്പോ അമ്മ എവിടെ എത്തി, ഇനി ആരുമില്ല. അതുപോലെ തന്നെ മകൻ മരിച്ചു. ഇപ്പൊ മരിച്ചതേ ഉള്ളൂ. ഇപ്പൊ ഒരു 10-22 ദിവസമായി. അപ്പോ അതിന്റെ വേദനകൾ പോലും വകവെക്കാതെ നമുക്ക് ജീവിക്കണ്ടേ? ഇനി ആരുമില്ലല്ലോ. ഇവിടെ കല കൊണ്ട് പിടിച്ചു നിൽക്കണം. കുറെ അഡ്വാൻസ് ചെയ്തു. ധ്യാൻ ശ്രീനിവാസന്റെ പടം നമ്മുടെ കാഞ്ചിമാല, അതിന് വാക്കായി, പൂജയൊക്കെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ അതിനകത്ത് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുമ്പോൾ, ഗർഭിണിയായിരിക്കുമ്പോൾ ആ മാതാപിതാക്കളെ പോലൊക്കെ തന്നെ 2 സമ്മിശ്രം ആയിരിക്കും. 2 പേരുടെയും കൂട്ടോ ആ ഒരു നല്ല കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഒരു ചാപ്പിള്ളയെ കിട്ടിയെങ്കിൽ ആ മാതാപിതാക്കളുടെ അതേപോലെ ഞാൻ നല്ല ഒരു കുട്ടിയെ വാർത്തും. എനിക്കൊരു ചാപ്പിള്ളയാണ് കിട്ടിയത്. തിയേറ്ററിൽ പോയിരുന്ന് എൻ്റെ മകൻ മരിച്ച ദുഃഖം മാറി മാറി വന്നിങ്ങനെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് എടുക്കുവോ, കാരണം നമുക്ക് ജീവിക്കണ്ടേ. ആ പടം കണ്ട് തേങ്ങലടിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ പോരുന്നത്. ആദ്യം മുടി അറുത്തു, സിനിമ ഇറങ്ങിയപ്പോൾ കഴുത്തറുത്തു, നാവ് അറുത്തു, ഡയലോഗ് എല്ലാം കളഞ്ഞു. ക്രൗഡാണെ പിന്നെ എന്തിനാ എൻ്റെ മുടി വെട്ടി? ഒരാർട്ടിസ്റ്റിനോടും അങ്ങനെ ചെയ്യരുത്. ഒന്നേ അവരെ വേണ്ട, ആ ആർട്ടിസ്റ്റിനെ വേണ്ട. ഇപ്പൊ ആദ്യം മുതലേ എനിക്കറിയാം രമേശ് അത് ചെയ്യാൻ, കാരണം ആരുടെയും ഒരു കോഴിയെ പിടിച്ചു കഴുത്തറക്കുന്ന ഒരു മാനസിക അവസ്ഥയുള്ള ആളല്ല. പിന്നെ ഒരാളെ പൊക്കി കെട്ടാൻ വേണ്ടി ഒരാളെ താഴ്ക്കേണ്ട കാര്യമില്ല. എല്ലായിടവും തൽപര കക്ഷികളെ ഉയർത്താൻ വേണ്ടി ഇത് ഡള്ളാക്കിയേക്കുക. നല്ല ഉത്തമ ബോധ്യമുണ്ട്. ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്തിനാ നിങ്ങൾ എന്നോട് ഈ ക്രൂരത ചെയ്യുന്നത്? 3 വയസ്സിൽ തുടങ്ങിയ കലയെ അഭിനയം. ഉണ്ണികൃഷ്ണന്റെ വേഷത്തിന്, കുഞ്ഞു ഉണ്ണികൃഷ്ണന്റെ വേഷത്തിന് ബുധനെ കൊല്ലുന്നു. അന്ന് കൈയടിച്ച് അടിപൊളിയായിട്ട് ചത്ത് കഴിഞ്ഞിട്ട് മാറങ്ങോട്ട്, എന്നെ പിടിക്കണ്ട, കൊല്ലട്ടെ, ചത്തില്ലെന്നും പറഞ്ഞിരിക്കുക. അപ്പോൾ ജന്മസിദ്ധമായ കല, ഈശ്വര വരദാനമായ കല അറുത്ത് കളയുക എന്ന് പറയുന്നില്ലേ? ആ ആർട്ടിസ്റ്റിനെ വിളിക്കരുത്, അവരെ വേണ്ടായോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ വേണ്ടായോ? വിളിക്കണ്ട. അതല്ലേ അതിന്റെ ശരി. വേദനകളാ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. ഞാൻ കലോത്സവത്തിന് മാർക്കിടാൻ പോകുമ്പോൾ, മത്സരങ്ങൾക്കൊക്കെ മാർക്കിടാൻ പോകുമ്പോൾ ഇന്നതിനിടണേ ഞാൻ നോക്കുമ്പോൾ ഇതിലേക്ക് ഏറ്റവും മോശത്തിനായി ഇടാൻ പറയുന്നത് ഒരു പിച്ചാത്തിയും കൂടെ തരണേ, കാരണം അർഹതപ്പെട്ടവരെ കൊന്നേക്കാൻ. ഞാൻ അർഹതപ്പെട്ടവർക്കേ ഇടൂ, ഇനി മേലെ എന്നെ വിളിച്ചേക്കരുതെന്നും പറയും എന്ന് പറയുന്നതല്ല. തിയേറ്ററിലൊക്കെ നമ്മൾ ആകാംക്ഷയുടെ ഒരു വ്യത്യസ്ത ക്യാരക്ടർ കാണാൻ ഞാൻ കാത്തിരുന്നതാ. ഇതിനെല്ലാം ഈ വേദനകളെല്ലാം മറികടക്കുന്നതാണ് 40കളിലെ പ്രണയം. സന്തോഷം. കാരണം എനിക്ക് കട്ട് ചെയ്യാൻ അതിനകത്തില്ല. ഞാൻ വേണ്ടുന്നതേ എടുത്തുള്ളൂ.
നമ്മളൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് അനാവശ്യമായി പണിയെടുപ്പിക്കത്തില്ല. സിഗരറ്റ് വലിച്ച് ഒരു ഇടനാഴിയിൽ ഒഴിഞ്ഞോട്ട് നടന്നു വരുമ്പോ ഒരുത്തം കിടന്ന് ബഹളം വെക്കും. ഡാ നീ വല്ലയിടത്തൊന്നും വന്ന് ഇവിടുത്തെ പിള്ളേരെ തല്ലു കൊള്ളാതെ നിന്റെ കൂടെ വന്നമ്മ രണ്ടോട് മേളിൽ കിടന്ന് ബഹളം വെക്കാം, നീ അങ്ങോട്ട് ചെല്ല്. ഒറ്റ ടേക്ക് കയ്യടി. ലൊക്കേഷനിൽ ഇപ്പൊ തിയേറ്ററിൽ വന്നാലും കയ്യടി ഉണ്ടാകും. പ്രകമ്പനത്തിൽ 2 സീനേ ഉള്ളൂ. നല്ല പ്രതികരണം. ഞാൻ പറഞ്ഞ ഡയലോഗിന് കയ്യടിയുവാ. അതിന്റെ കൂടെ ഇറങ്ങിയ സിനിമ ഞാൻ പേര് പറയത്തില്ല. അവരെന്നോട് ക്രൂരത ചെയ്തെങ്കിൽ എനിക്ക് അതിന്റെ പേര് പറഞ്ഞാൽ ഞാൻ കലാകാരിയല്ലേ, തെറ്റാ. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ കൊല്ലാൻ വിളിക്കരുത്.